എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി അപ്ഡേറ്റ്സ് അത് കഴിഞ്ഞ നമ്മൾ പറഞ്ഞു തന്ന ക്രിസ്മസ് പ്രമാണിച്ച് 10/11 വീഴുമ്പോൾ ഡിജോ ജോസ് ആന്റണി കൂട്ടുകളിൽ വരുന്ന പുതിയ തന്നെ ടൈറ്റിൽ പോസ്റ്റർ അനൗൺസ് ചെയ്യുന്നു. ഏറ്റവും വലിയ പ്രത്യേകത ഏകദേശം 6 മിനിറ്റും 50 സെക്കൻഡാണ് ഡ്യൂറേഷൻ ഉണ്ടെന്ന് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായിരിക്കും എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രൊമോ വീഡിയോ തന്നെയാണ് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. കാണാൻ ഭയങ്കര ആകാംക്ഷ തന്നെയായിരുന്നു. കണ്ടപ്പോൾ എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പ്, വിൻബോൾ ഒരു കംബാക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു പക്ഷേ 2024 സംഭവിക്കാൻ വേണ്ടി പോകുന്നതാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം അത്യാവശ്യം ആ പ്രൊമോ വീഡിയോയിലാണെങ്കിൽ പോലും അത്യാവശ്യം കോമഡീസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറിയ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഒരു തിരിച്ചു വരവ് കിട്ടിയ ഫീലായിരുന്നു എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ നിവിൻ്റെ ഒരു തിരിച്ചറിവ് തന്നെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും തന്നെ ആ വീഡിയോയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഏകദേശം ഡ്യൂറേഷൻ വരുന്ന 6 മിനിറ്റും 50 സെക്കൻഡ് ഡ്യൂറേഷൻ വരുന്നുള്ളൂ. ഡയറക്ഷൻ വരുന്ന ഡിജോ ജോസ് ആന്റണിയാണ്. ഇതിന് മുൻ ചിത്രം ക്യൂൻ അതുപോലെ തന്നെ ജനഗണമന തുടങ്ങിയ ചിത്രങ്ങൾ തന്നെയായിരുന്നു. അത് നമുക്ക് ഈ ജനഗണമനയ്ക്ക് ശേഷം ഇതൊരു യൂണിവേഴ്സ് സീരീസ് ആണ്, പല ട്രോളും പേജുകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇതൊക്കെ അതുപോലെ ഒരു പക്ക ലോക്കൽ ഒരു പടം തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഇതിൻ്റെ നിർമ്മാണ കമ്പനി അവർ ഏറ്റെടുത്തത്. കാരണം അദ്ദേഹത്തിൻ്റെ ചെറിയ ഫ്രെയിംസ് കണ്ടു. എനിക്ക് ഇതിൽ വീഡിയോ കണ്ടുള്ള കുറച്ച് വ്യക്തികളുടെ പേര് ഞാൻ പറയുന്നത് നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, മഞ്ജിപിള്ള, അനശ്വര രാജൻ തുടങ്ങിയവരൊക്കെയാണ് ഇതിൽ പ്രധാനമായി ലീഡറിനോട് വരാൻ വേണ്ടി പോകുന്നതാണ് പുതിയ അറ്റംപ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അനശ്വര ഒരു പക്ഷേ നായികയായിരിക്കാം തോന്നുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഏജിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അല്ല എന്നും വരാൻ ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. എങ്കിലും നിവിൻ പിന്നാലെ നടക്കുന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. ഈ തുടക്കം തന്നെ ഡിജോ ജോസ് ആന്റണി ഒരു ജിമ്മിലേക്കാണ് കയറി വന്നത്. നിവിൻ്റെ അടുത്തോട്ട് പോയി പറയുന്നു, സാർ പുതിയ സ്റ്റോറിയെ കുറിച്ച് പറയാനാണ് പ്ലാൻ എന്ന് പറയുന്നു. അപ്പോൾ നിവിൻ ചോദിക്കുന്നുണ്ട്, എന്താണ് പേര്, ജനഗണമന പോലത്തെ ഒരു പേരാണ് ചോദിക്കുന്നുണ്ട്. അതൊന്നല്ല, ഇത് അപ്പോൾ പാനന്തി ആയിരിക്കില്ലേ ചോദിക്കുന്നുണ്ട്. അതുമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ പൃഥ്വിരാജിൽ മാത്രമാണോ ഇങ്ങനെ പാനൻ ചിത്രം റിലീസ് എനിക്ക് അങ്ങനെയല്ല. അപ്പോൾ ഇത് പക്ക ഒരു ലോക്കൽ പടമാണെന്ന് പറയുന്നുണ്ട്. നായകൻ്റെ പേര് പറയുന്നുണ്ട് ഗോപി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആളെ അത്യാവശ്യം കൺവിൻസിങ് രീതിയിലാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പറയുന്ന രീതിയും ആൾ കേൾക്കുന്ന രീതിയും രണ്ട് തരത്തിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കോമഡി തോന്നുന്നു. കാരണം ഇത് നിവിൻ്റെ ലുക്ക് തന്നെ ഒരു വ്യത്യസ്തമായ ലുക്കിലാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. കാരണം കാണുമ്പോൾ തന്നെ ചിരി വരുന്ന ഒരു ലുക്ക് തന്നെയാണ്. എടുത്ത് പറയേണ്ടതിൽ നായകൻ്റെ ഹീറോസും കാണിക്കുന്ന സീൻ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂരപ്പറമ്പിൽ ഒരു ആന ഓടുന്ന ഭാഗമായിട്ട് നായകൻ മതിൽ ചാടി ഇറങ്ങുന്നു. ഒരു കുട്ടിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഓടി വന്നൊരു കുട്ടിയുടെ പി വലിച്ചിട്ട് ഒരു സീൻ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചിത്രത്തിലുണ്ടാവില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ ഉണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള കോമഡി തന്നെയായിരിക്കാം ആ ഭാഗമൊക്കെ കാണിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇതിന് പ്രൊമോയ്ക്ക് വേണ്ടി എടുത്താണെങ്കിൽ പോലും സെറ്റാണ് സംഭവം. ക്ലീൻനെസ് ആയിട്ടുള്ള നല്ല പക്ക ഒരു നാച്ചുറൽ ആയിട്ടുള്ള കോമഡി തന്നെയാണ് ആ സീൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും ഞണ്ടുകളെന്നാണ് ഇടവേള അതുപോലത്തെ ഒരു ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു ചിത്രം തന്നെയായിരിക്കാം ഈ മൂവിയുടെ പേര് ഞാൻ പറഞ്ഞില്ല. മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് മൂവിയുടെ പേരായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പിടിച്ചത്. ജനഗണമനയ്ക്ക് ശേഷം മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നല്ല ത്രൂ ഔട്ട് കോമഡി തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസനുണ്ട്. ധ്യാൻ നിവിൻ്റെ ഫ്രണ്ടായിട്ട് കാണിച്ചിട്ടുള്ള നല്ലവനായിട്ടുള്ള കൂട്ടുകാരൻ, അല്ലെങ്കിൽ എപ്പോഴും ജീവൻ കൊടുത്തു പോലും നിവിനെ സംരക്ഷിച്ച കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് പിന്നൊരു സീനാണ് കാണിച്ചിട്ടുള്ളത്. സാറേ ഇതിലൊന്നും ഞാനല്ല സാർ, എല്ലാത്തിനും കാരണം ഗോപി എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. ഈ രണ്ടുപേരും തടിയാന്ന് ചോദിക്കുന്നുണ്ട് നിവിൻ പോളി ഡിജോയോട്. ഡിജോ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും സ്ക്രീനിൽ നിറഞ്ഞു നിന്ന് അത് ഫുള്ളാവെന്നും പറയുന്നുണ്ട്. പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ഭാഗം കാണിക്കുന്നത് അതൊക്കെ ഇങ്ങനെ കോമഡി ആയിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 മിനിറ്റും 50 സെക്കൻഡും അത് ഗംഭീരമായിട്ടുള്ള കോമഡി ഉള്ള പ്രൊമോ വീഡിയോ തന്നെയാണ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻറ്റ് തന്നെയാണ് 2024 വരുമ്പോൾ നിവിൻ്റെ ഒരു കംബാക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ മലയാളി ആയിട്ടുള്ള നിവിൻ്റെ ഒരു തിരിച്ചറിവ് തന്നെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്താണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആ പ്രൊമോ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിവിൻ്റെ തിരിച്ചറിവ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പം നമ്മുടെ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് കാര്യം പരിഗണിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.